ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏത്തപ്പഴ പുളിശ്ശേരി റെസിപ്പി ആയിട്ടാണ്. ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത് വളരെ എളുപ്പമാണ്. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഏത്തപ്പഴ പുളിശ്ശേരി ഇഷ്ടമാവും. ചെറുതായിട്ടും മധുരമുള്ളൊരു കറിയാണിത്. ഏത്തപ്പഴം എടുക്കുമ്പോൾ വല്ലാണ്ട് പഴുത്തു പോയ പഴം എടുക്കരുത്. ഒരു മീഡിയം പഴമാണ് ഈ പുളിശ്ശേരി വെക്കാൻ നല്ലത്. അതിൻ്റെ തൊലിയൊക്കെ കറുത്തു പോയ പഴം എടുക്കരുത്. എങ്ങനെയാണ് ഈ റെസിപ്പി ചെയ്യുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് പഴം പുളിശ്ശേരി ചെയ്യാം. ഏത്തപ്പഴം വെച്ചിട്ടാണ് പുളിശ്ശേരി ചെയ്യുന്നത്. ഈ പരുവത്തിലൊക്കെ പഴുത്ത പഴമായിരിക്കും പുളിശ്ശേരി ചെയ്യാനായിട്ട് നല്ലത്. ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ പറ്റണം. നന്നായിട്ടൊക്കെ പഴുത്ത് ഇതിൻ്റെ ഈ പഴത്തൊലിയൊക്കെ കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പഴത്തേക്കാൾ ടേസ്റ്റ് ഒരു മീഡിയം പഴമാണ്. അപ്പോൾ ഞാൻ 2 ഏത്തപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ നടുവിലുള്ള ഈ അരിയൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. അരി ഇല്ലാതെ വേണം ഏത്തപ്പഴം കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ 5 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പച്ചമുളക് എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. നമുക്കിനി ആദ്യമേ ഈ പഴം ഒന്ന് വേവിക്കാൻ വെക്കാം. ഞാൻ ഈ പുളിശ്ശേരി മൺചട്ടിയിലാണ് വെക്കുന്നത്. മൺചട്ടിയിലേക്ക് ഞാൻ ഈ പഴം ചേർത്ത് കൊടുക്കുകയാണ്. മൺചട്ടി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പഴം നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് അടച്ചു വെച്ച് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കാം. പഴം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പുണ്ടാക്കാം. ഒരു പിടി തേങ്ങ, നിറച്ചൊരു പിടി തേങ്ങയുണ്ട്, ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം. വളരെ കുറച്ച് വെള്ളത്തിൽ നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മാത്രമാണ് ഇത് പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കും. ഇപ്പോൾ ഈ പഴം ഒന്ന് വെന്തിട്ടുണ്ട്. പഴമല്ലേ, പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ ഈ തേങ്ങയും ജീരകവും കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. ഇത് ഒരു മധുരമുള്ള കറിയാണ്. അതുകൊണ്ട് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര പൊടിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ, ഒരു ചെറിയ മധുരത്തിന്. മിക്സ് ചെയ്യാം. ഞാനൊരു 1/2 ലിറ്റർ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തൈര് നമുക്കൊന്ന് കട്ട ഉടച്ചെടുക്കണം. ഒന്നെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. മോരും വെള്ളം പോലെ ലൂസായി പോകരുത്, കട്ടിക്ക് തന്നെ ഇരിക്കണം. കട്ട ഉടഞ്ഞ് എടുക്കുകയും വേണം. നമുക്ക് അങ്ങനെ എടുത്തിട്ട് വരാം. ഇപ്പം ഞാനിതൊന്ന് കട്ട ഉടച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കറിയിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈരിൻ്റെ കട്ട ഉടഞ്ഞിട്ടില്ലെങ്കിൽ കറി പിരിഞ്ഞ പോലെ ഇരിക്കും. ഇപ്പോൾ നല്ല കട്ട തൈരാണ്, അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒരു 1/4 ഗ്ലാസ്സിൽ താഴെ വെള്ളം മതി. ഇനി ഇതൊന്ന് ചൂടായാൽ മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറിയ തിള വന്നിട്ടുണ്ട്. ഞാനിത് വാങ്ങാൻ പോവാണ്. നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് വേണ്ടത്. ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടേബിൾ സ്പൂൺ കടുക്, പിന്നെ 2 തണ്ട് കറിവേപ്പില, ഒരു 3-4 വറ്റൽമുളക്. അത്രയാണ് നമുക്ക് വേണ്ടത്. കടുക് പൊട്ടിക്കാനൊരു പാൻ വെച്ചു. ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പിഞ്ച് ഉലുവ പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തീർന്നു. നമുക്ക് ഈ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. നടുവെ ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചെറിയ ഉള്ളിയൊന്നും ചേർക്കത്തില്ല. ഈ കടുക് പൊട്ടിച്ചത് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ എണ്ണയുടെ മണമൊക്കെ ഈ കറിയിലൊന്ന് ആവാൻ വേണ്ടിയിട്ട് ഇത് അടച്ചു കൊടുക്കാം. പിന്നീട് നമുക്ക് ഇളക്കിയാൽ മതി. നമുക്കിനി കറി സെർവ് ചെയ്യാം. മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ കറിയും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അതുപോലെ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. അതുവരെ ബൈ.